IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുഗാന്തിനെ റിമാൻഡ് ചെയ്തു. ജൂൺ 10 വരെയാണ് റിമാൻഡ് ചെയ്തത്. വിശദാംശങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, അടുത്ത മാസം 10-ാം തീയതി വരെയാണ് സുഗാന്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറി ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ഇപ്പോൾ പ്രതി സുഗാന്തിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അടുത്ത മാസം ജൂൺ 10-ാം തീയതി വരെയാണ് റിമാൻഡ് കാലാവധി എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. വഞ്ചൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നമ്പർ 4 സുഗാന്തിനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. നാളെ പേട്ട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ നൽകും. നമുക്കറിയാം, കഴിഞ്ഞ മാർച്ച് 29-ാം തീയതിയാണ് ഈ കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒരു IB ഉദ്യോഗസ്ഥ ഈ ട്രെയിൻ കയറി ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യക്ക് പിന്നിൽ വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതായത് സുഗാന്തുമായി മരണപ്പെട്ട പെൺകുട്ടി അടുപ്പത്തിലായിരുന്നു. ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് സാമ്പത്തികപരമായിട്ട് ഒരുപാട് പണം സുഗാന്ത് ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ മരണത്തിന് കാരണം ഈ സുഗാന്ത് ആണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ പത്തനംതിട്ട സ്വദേശികൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം നടന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ സുഗാന്ത് ഒളിവിലായിരുന്നു. പിന്നീട് ഈ കേസ് ഹൈക്കോടതിയിലേക്ക് പോകുന്നു. പോലീസിൽ നിന്ന് ലഭിച്ച നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസം ലഭിച്ച നിർണായകമായിട്ടുള്ള വിവരങ്ങളിലാണ് ഇപ്പോൾ സുഗാന്തിന് ജാമ്യമില്ലാത്ത രീതിയിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടെലിഗ്രാം ചാറ്റാണ്. ഈ ടെലിഗ്രാം ചാറ്റ് ഈ സുഗാന്ത് തൻ്റെ ഐഫോണിൽ ടെലിഗ്രാം ചാറ്റ് മാത്രമാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ടെലിഗ്രാം ആപ്പ് ഡിലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണമെങ്കിൽ ഈ ഫോണ് സുഗാന്തിൻ്റെ ഒരു ബന്ധുവിനെ ഏൽപ്പിച്ചിരുന്നു. ആ ബന്ധുവിൽ നിന്നും കണ്ടെടുത്ത ഫോണ് പിന്നീട് പോലീസ് സാങ്കേതിക പരിശോധനകൾക്ക് വിധേയമാക്കുകയും ടെലിഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ആ ചാറ്റുമായി ഈ IB ഉദ്യോഗസ്ഥ മരണപ്പെട്ട പെൺകുട്ടിയുമായിട്ടുള്ള ചാറ്റ് റിക്കവർ ചെയ്തെടുക്കുകയായിരുന്നു. ആ ചാറ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്: നീ മരിക്കുന്നില്ലേ, നീ മരിച്ചാൽ മാത്രമേ എനിക്ക് അവളുമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പെൺകുട്ടി പറയുന്നുണ്ട്, ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ എൻ്റെ ജീവൻ ഒടുക്കുമെന്ന രീതിയിൽ പെൺകുട്ടി പറയുന്നുണ്ട്. അത്തരത്തിൽ പെൺകുട്ടിയെ നിരന്തരമായിട്ട് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ചാറ്റുകളാണ് പുറത്തു വന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് സാലറി ആയിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന തുകയെല്ലാം ഇത്തരത്തിൽ സുഗാന്താണ് സുഗാന്താണ് കൈക്കലാക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ പെൺകുട്ടിയുടെയും സുഗാന്തിൻ്റെയും ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള ബാങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ നിന്നും പെൺകുട്ടി ഏറ്റവും കൂടുതൽ തുക കൈമാറ്റം ചെയ്തിരിക്കുന്നത് സുഗാന്തിനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആ പണം ഇത്തരത്തിൽ കൈപ്പറ്റിയതിനു ശേഷമാണ് പെൺകുട്ടിയെ മാനസികമായി തളർത്തുകയും ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു എന്ന് പോലീസിന് തെളിവുകൾ ലഭിക്കുന്നത്. ഈ പെൺകുട്ടിയുമായിട്ട് സൗഹൃദമുണ്ടാകുന്ന സമയത്ത് തന്നെ മറ്റു പല പെൺകുട്ടികളുമായിട്ട് സമാനമായ രീതിയിൽ സുഗാന്ത് ബന്ധം പുലർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള തെളിവുകളും കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ കട്ടായിട്ട് ഈ പെൺകുട്ടിയെ ചതിക്കണം, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കണം, പെൺകുട്ടി മരിക്കണമെന്ന ഉദ്ദേശം സുഗാന്തിനുണ്ടായിരുന്നു. ആ ഉദ്ദേശത്തിൻ്റെ പുറത്താണ് പെൺകുട്ടിയെ നിരവധി തവണ ഇത്തരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തത് എന്നാണ് കോടതിയിൽ വാദിഭാഗം വാദിച്ചതും. തുടർന്ന് സുഗാന്തിനെ ഇത്തരത്തിൽ റിമാൻഡ് ചെയ്യുന്നത്. ജൂൺ 10-ാം തീയതി വരെയാണ് റിമാൻഡ് കാലാവധി. ഈ കാലാവധിക്കുള്ളിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ട് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ സാങ്കേതികപരമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു കേസ് അന്വേഷണമാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക ശാസ്ത്രീയമായ തെളിവുകളാണ് അനിവാര്യം. കാരണം കൃത്യമായ എവിഡൻസുകൾ കോടതിയിൽ സമർപ്പിച്ചില്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം അത്തരത്തിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ തെളിവെടുപ്പടക്കം മൊബൈൽ ഫോണുകളടക്കം മറ്റ് ശാസ്ത്രീയ സംവിധാനങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പ് വിശദാംശങ്ങൾ തേടൽ, അത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് KP. നമുക്ക് ഒരുപക്ഷെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇത് സുഗാന്തും ആ പെൺകുട്ടിയായിട്ട് നടത്തിയിട്ടുള്ള സൗഹൃദ സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുമായിട്ട് നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ അവരുടെ ബന്ധത്തിനിടയിലാണ് ഇത്തരത്തിൽ പെൺകുട്ടിയുടെ ഒരു മരണം സംഭവിച്ചത്. പക്ഷേ സ്വാഭാവികമായിട്ടും പോകേണ്ടിയിരുന്ന ഒരു ആത്മഹത്യ ഈ പെൺകുട്ടിയുടെ ഫോൺ, അതായത് ഈ പെൺകുട്ടി ഫോൺ വിളിച്ചുകൊണ്ടാണ് റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു കയറുന്നത്. അപ്പോൾ അത് ബോധപൂർവമുള്ളൊരു ആത്മഹത്യ. അപ്പോൾ ആ പെൺകുട്ടിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട വീട്ടുകാർക്ക് വന്ന ഒരു സംശയം, ആ സംശയത്തിൻ്റെ
ആ സംശയത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു അന്വേഷണങ്ങൾ നടത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണങ്ങളെല്ലാം സുഗാന്തിനെതിരെയുള്ള തെളിവുകൾ പ്രത്യക്ഷത്തിൽ തന്നെ കിട്ടുകയായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ഈ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് തന്നെ റിക്കവർ ചെയ്യാൻ കഴിയാത്ത തരത്തിൽ പൊട്ടിപ്പോയിരുന്നു. പക്ഷേ സുഗാന്തിൻ്റെ മൊബൈൽ ഫോൺ സുഗാന്ത് ഒരു ബന്ധുവിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഈ മരണം നടന്ന 2 ദിവസം കഴിയുമ്പോൾ തന്നെ സുഗാന്തിൻ്റെ വീട്ടുകാരുമായിട്ട് ആ വീട്ടിൽ നിന്ന് മാറി ബന്ധുവീട്ടുകളിലേക്ക് പോയിരുന്നു. അതൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സംശയം ജനിപ്പിച്ച കാര്യമായിരുന്നു. ഇങ്ങനെയുള്ള അന്വേഷണത്തിനൊടുവിലാണ് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് നിലനിൽക്കുകയുള്ളൂ എന്നൊരു ഘട്ടം വരുന്നു. അവിടെയാണ് ഇത്തരത്തിൽ ടെലഗ്രാം ചാറ്റ് വളരെ പ്രധാനമായിട്ടുള്ള ഡിജിറ്റൽ തെളിവായിട്ട് വരുന്നത്. ഈ ഡിജിറ്റൽ തെളിവ് ഉപയോഗിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അവിടെയാണ് ഇപ്പോൾ സുഗാന്തിനെ കുടുക്കിയിട്ടുള്ളത്. സുഗാന്ത് സാമ്പത്തികപരമായിട്ടും അതുപോലെ മാനസികമായും ആ പെൺകുട്ടിയെ ലൂട്ട് ചെയ്തിരുന്നു, ആ കുട്ടിയെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ള തെളിവുകളും കണ്ടെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.